ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്പം ചുടാനുള്ള മാവാണ് കേട്ടോ. മുട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഇടാൻ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി നമ്മൾ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ മുട്ട രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പുഴുങ്ങിയിട്ട്. ഇനി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട അതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടാനായിട്ട് നമ്മൾ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മാവ് ഒഴിച്ച് ഒന്ന് പരത്തി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
പിന്നെ നമുക്ക് അടുത്ത അപ്പം ചുടാം. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് പരത്തി അതും മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതുപോലെ നമുക്കെല്ലാം അപ്പോൾ ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാ അപ്പവും ചുട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പവും മുട്ടക്കറിയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.